തൃശ്ശൂരിലേക്ക് ഇനി പോകാം. അവിടെ കൊടുങ്ങല്ലൂരിൽ കാറ്ററിംഗിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിയ 2 പേർ പിടിയിലായിട്ടുണ്ട്. എറിയാട് സ്വദേശികളായ തസ്ലീം, ഫൈസൽ എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ കയ്യിൽ നിന്ന് 3.76 ഗ്രാം MDMA കണ്ടെടുത്തു. സ്വകാര്യ ബസ് ജീവനക്കാർക്കടക്കം ലഹരി എത്തിക്കുന്ന സംഘമാണ് പിടിയിലായത്. ഷബാസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. ഷബാസ്, അപ്പോൾ കാറ്ററിംഗിന്റെ മറവിൽ ലഹരി കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു പ്രവർത്തന രീതി? സമൂഹത്തിലേക്ക് ലഹരി എത്തിക്കാൻ ലഹരി സംഘങ്ങൾ പല വഴികൾ പാറ്റുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ കാറ്ററിംഗ് ജോലിയുടെ മറവിലാണ് ലഹരി വിൽപ്പന നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ കാറ്ററിംഗ് ജോലിയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ എറിയാട് മാടവന സ്വദേശികളായ 2 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. മാടവന സ്വദേശികളായ തസ്ലീമും ഫൈസലുമാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെയും കൊടുങ്ങല്ലൂർ പോലീസിന്റെയും പിടിയിലായിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് 4 ഗ്രാമോളം MDMA പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 25,000 രൂപ ലഹരി വിൽപ്പന നടത്തി കിട്ടിയതെന്ന് കരുതപ്പെടുന്ന പണവും ഇവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. റൂറൽ SP കിട്ടിയ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഒരു പരിശോധനയിലേക്ക് കടന്നത്. പിന്നീട് കൊടുങ്ങല്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട വഴിയിൽ വെച്ചാണ് വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ഇവരെ പോലീസ് പിടിച്ചെടുത്തത്. ഇവരുടെ കയ്യിൽ നിന്ന് ഉടൻ തന്നെ MDMAയും പോലീസ് കണ്ടെടുത്തു. പിന്നാലെ ഈ പ്രതിയായ ഫൈസലിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ കൊടുങ്ങല്ലൂർ നഗരം കേന്ദ്രീകരിച്ച് കടകളിലെ ജീവനക്കാർക്ക് രാസലഹരി വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുമാത്രമല്ല, സ്വകാര്യ ബസ് ജീവനക്കാർക്കടക്കം ഇവർ ലഹരി വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട കണ്ടെത്തലും പോലീസ് നടത്തിയിട്ടുണ്ട്. എന്തായാലും കൊടുങ്ങല്ലൂർ നഗരം കേന്ദ്രീകരിച്ച് ഈ കാറ്ററിംഗ് ജോലിയുടെ മറവിൽ വ്യാപകമായി ലഹരി വിൽപ്പന നടത്തുന്ന ഒരു സംഘത്തെയാണ് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവർ ലഹരി എത്തിക്കുന്ന ഉറവിടം കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണം പോലീസ് ഇപ്പോൾ പ്രധാനമായും നടത്തുന്നത്. ഒപ്പം തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ലഹരി വാങ്ങിയവരെ കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ശരി, ഷബാസ് അഹമ്മദാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ടക്കൊലപാതക കേസ്, അതിലെ പ്രതികൾക്ക് അസ്വാഭാവികമായി പരോൾ ലഭിക്കുന്നു.